ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 പേരടങ്ങുന്ന ആക്സിയം 4 ദൌത്യ സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായതെല്ലാം ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. സംസ്ഥാനത്തെ 7 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 പേരടങ്ങുന്ന ആക്സിയം 4 ദൌത്യ സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. 14 ദിവസത്തെ ദൌത്യത്തിനു ശേഷമാണ് സംഘം മടങ്ങുന്നത്. വൈകിട്ട് 4:30ഓടെയാണ് അൺഡോക്കിംഗ് നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നതെങ്കിലും 25 മിനിറ്റ് വൈകിയാണ് അൺഡോക്കിംഗ് പൂർത്തിയായത്. നാളെ വൈകിട്ട് 3 മണിയോടെ പേടകം ഭൂമി തൊടും. തുടർന്ന് 7 ദിവസം 4 ബഹിരാകാശ സഞ്ചാരികളും പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയും. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായതെല്ലാം ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. കേസിൽ നയതന്ത്രപരമായി ഇടപെടുന്നതിന് പരിമിതികളുണ്ടെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചു. സുപ്രീം കോടതി ജഡ്ജിമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സർവകലാശാലകളിൽ സർക്കാർ പാനലുകളിൽ നിന്നല്ലാതെ വിസിമാരെ നിയമിച്ച നടപടി നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. താൽക്കാലിക വിസിമാരുടെ കാലാവധി 6 മാസത്തിൽ കൂടുതലാകരുതെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഉത്തരവ് സ്വാഗതാർഹമെന്നും വിസി നിയമനത്തിൽ ചാൻസലർക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞു. ഹരിയാനയിലും ഗോവയിലും പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മുൻ സിവിൽ ഏവിയേഷൻ മന്ത്രി അശോക് ഗജപതി രാജുവിനെ ഗോവ ഗവർണറായും പ്രൊഫസർ ആഷിം കുമാർ ഘോഷിനെ ഹരിയാന ഗവർണറായും നിയമിച്ചു. കേരളത്തിലെ മുതിർന്ന BJP നേതാവ് PS ശ്രീധരൻപിള്ളയായിരുന്നു ഗോവ ഗവർണർ. കാലാവധി പൂർത്തിയാക്കിയ താൻ പൂർണ്ണ തൃപ്തിയോടെയാണ് ഗവർണർ സ്ഥാനം ഒഴിയുന്നതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. കവിന്ദർ ഗുപ്തയെ ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണറായും നിയമിച്ചിട്ടുണ്ട്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നത് വൈകിപ്പിച്ചതിന് കേരള ഗവർണർക്കെതിരെ നൽകിയ ഹർജികൾ പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചു. തമിഴ്നാട് ഗവർണറുടെ കേസിൽ സുപ്രീം കോടതിയുടെ പുതിയ വിധി വന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ഹർജികൾക്ക് ഇനി പ്രസക്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തിന്റെ നീക്കം. അതേസമയം ഹർജികൾ പിൻവലിക്കുന്നതിനെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും എതിർത്തു. പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ബി സരോജാദേവിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. സരോജാദേവിയുടെ വൈവിധ്യമാർന്ന പ്രകടനം മായാത്ത മുദ്രയായി നിലനിൽക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതം നയിച്ചിരുന്ന സരോജാദേവിയെ ബംഗളൂരുവിലെ മല്ലേശ്വരത്തുള്ള വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി 200ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. തുടർച്ചയായി 161 ചിത്രങ്ങളിൽ നായികാവേഷം ചെയ്തു. പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചു. സംസ്ഥാനത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുന്നതിൽ കുടുംബശ്രീ പ്രസ്ഥാനം വഹിച്ച പങ്ക് നിർണായകമാണെന്ന് മന്ത്രി MB രാജേഷ്. കുടുംബശ്രീ CDS അധ്യക്ഷന്മാരുടെ സംഗമത്തിൽ സംസ്ഥാനതല ഉദ്ഘാടനവും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും തിരുവല്ലയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവം കുടുംബശ്രീയെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുവെന്നും അതുകൊണ്ടാണ് കുടുംബശ്രീയെ ദുർബലപ്പെടുത്താൻ സാധിക്കാത്തതെന്നും MB രാജേഷ് പറഞ്ഞു. അടുക്കളയിലും അകത്തളങ്ങളിലും തളച്ചിട്ട സ്ത്രീ ജീവിതത്തെ അവിടെ നിന്ന് സംരംഭകരാക്കി മാറ്റിയത് സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക ജീവിതത്തിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് ഒക്കെ നയിച്ചത് കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനമാണ്. കുടുംബശ്രീ ആരംഭിക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രസ്ഥാനം എന്ന നിലയിലാണ്. 4 നൂറ്റാണ്ട് കൊണ്ട് കുടുംബശ്രീ അതിന്റെ ദൗത്യം നിറവേറ്റുന്നതിൽ വലിയ വിജയമാണ് കൈവരിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിഞ്ഞത്. സംസ്ഥാനത്തെ 7 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരങ്ങൾ ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. അതിൽ 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് പുതുതായി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും 4 എണ്ണത്തിന് പുതുക്കിയ NQAS അംഗീകാരവുമാണ് ലഭിച്ചത്.
ഇതോടെ സംസ്ഥാനത്തെ ആകെ 233 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് NQAS അംഗീകാരം ലഭിച്ചതായി മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സഞ്ജീവനി വഴി ഡോക്ടറുടെ സേവനം സൌജന്യമായി തേടാനും നിർദ്ദേശമുണ്ട്. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 57-കാരൻ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി. 46 പേരാണ് പട്ടികയിലുള്ളത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ചെറിയ അളവിലുള്ള മയക്കുമരുന്ന് പോലും പിടിച്ചെടുക്കപ്പെടുന്നുവെന്നത് സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികളുടെ മികവിന്റെ ഉദാഹരണമാണെന്ന് മന്ത്രി MP രാജേഷ്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ 45ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം ഓമല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം മയക്കുമരുന്നിന്റെ തലസ്ഥാനമായി മാറുന്നുവെന്ന തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരണങ്ങൾ നടക്കുന്നതായും മന്ത്രി പറഞ്ഞു. കുട്ടനാടിന്റെ പ്രകൃതിയും പാരമ്പര്യവും ചേർന്നൊരുക്കുന്ന യാത്രാനുഭവം സമ്മാനിക്കാൻ വിനോദസഞ്ചാരികൾക്കായി സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ കുട്ടനാട് സഫാരി തയ്യാറാകുന്നു. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ആശയമാണ് ഈ ബജറ്റ് ടൂറിസം യാത്രയായി പരിണമിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. ആലപ്പുഴയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ആദ്യം എത്തിച്ചേരുന്നത് നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റിലായിരിക്കും. അവിടെ നിന്ന് അഴീക്കൽ കനാലിലൂടെ സഞ്ചരിക്കും. കുട്ടനാട്ടിലെ C ബ്ലോക്കും മുഹമ്മയിലെ പാതിരാമണലും സന്ദർശിക്കുന്നതിനിടയിൽ കക്കാവ് വാരുന്നതും കരിമീൻ പിടിക്കുന്നതുമൊക്കെ കാണാം. കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പഠിക്കുവാനും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും അവസരമൊരുക്കും. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും നാടൻ ഭക്ഷണങ്ങളും നൽകും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ജീപ്പ് സഫാരി, ഓഫ് റോഡ് പ്രവർത്തനങ്ങൾ എന്നിവ മറ്റന്നാൾ മുതൽ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കും. ഇടുക്കി ദേവികുളം സബ് ഡിവിഷന് കീഴിലുള്ള 9 റൂട്ടുകൾക്കാണ് പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ജില്ലാ കളക്ടർ അനുമതി നൽകിയത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം പ്രവർത്തനമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. ഈ മാസം 5 മുതലാണ് ജീപ്പ് സഫാരിക്കും ഓഫ് റോഡ് പ്രവർത്തനങ്ങൾക്കും ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആഫ്രിക്കൻ ഒച്ചിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വയനാട് വേങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 12, 13 വാർഡുകളിലെ ജനങ്ങൾ. പ്രദേശത്ത് വ്യാപകമായി കാണുന്ന ആഫ്രിക്കൻ ഒച്ച് കൃഷി നശിപ്പിക്കുന്നതിനോടൊപ്പം വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നതിനാൽ ഇവയെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വേങ്ങപ്പള്ളി പഞ്ചായത്തിലെ 12, 13 വാർഡുകളിലാണ് ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് നടത്തിയ ജനകീയ തിരച്ചിലിൽ 2000-ഓളം ഒച്ചുകളെയാണ് പിടികൂടി നശിപ്പിച്ചത്. വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരുമടക്കം 250-ലധികം ആളുകളാണ് പ്രദേശത്ത് ആഫ്രിക്കൻ ഒച്ചിനായി തിരച്ചിൽ നടത്തിയത്. ഈ ജനകീയ ക്യാമ്പയിനിലൂടെ 30% ഒച്ചുകളെ നശിപ്പിക്കാൻ കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തകർച്ച. 4 വിക്കറ്റിന് 58 റൺ എന്ന നിലയിൽ അവസാന ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 8 വിക്കറ്റിന് 124 റൺ എന്ന നിലയിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയെന്ന് മന്ത്രി V ശിവൻകുട്ടി. ചിതറ സർക്കാർ LPS സ്കൂളിലെ പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ 45,000 സ്കൂളുകളിൽ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ക്ലാസ് മുറികൾ ഒരുക്കിയെന്നും V ശിവൻകുട്ടി പറഞ്ഞു. മന്ത്രി J ചിഞ്ചുറാണി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സമസ്ത മേഖലയിലും വികസന തുടർച്ച സാധ്യമാക്കുകയാണ് സർക്കാർ എന്ന് മന്ത്രി KN ബാലഗോപാൽ. ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. കാരുണ്യ പദ്ധതി പ്രകാരം 42 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സ സൌജന്യമായി ലഭ്യമാക്കുന്നു. ലൈഫ് മിഷൻ മുഖേന സ്വീകരിച്ച 5 ലക്ഷം അപേക്ഷകളിൽ 4 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കിയതായി മന്ത്രി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 പേരടങ്ങുന്ന ആക്സിയം 4 ദൌത്യ സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായതെല്ലാം ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ.
സംസ്ഥാനത്തെ 7 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.